റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടി അവന്റെ ഭൗതിക ബന്ധങ്ങളൊക്കെ അവസാനിക്കുമല്ലോ. ഭൗതിക ബന്ധങ്ങളൊക്കെ അവസാനിക്കും. അവന്റെ പരലോകത്തേക്കുള്ള യാത്രയിൽ 3 ആളുകൾ പിന്തുടരും. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒരു ഹദീസിൽ അല്പം വിശദമായി ഒരിക്കൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ സഹാബത്തിനോട് പറഞ്ഞു, ഒരാൾക്ക് 3 കൂട്ടുകാരുണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക. 3 ചങ്ങാതിമാരുണ്ടായിരുന്നു, 3 കൂട്ടുകാരൻ. ഈ മനുഷ്യൻ മരിച്ചതോടുകൂടി ആദ്യത്തെ ചങ്ങാതി പറഞ്ഞു, ഞാനും നീയുമായുള്ള ബന്ധമൊക്കെ തീർന്നു. മരിച്ചതോടുകൂടി ഞാനും നീയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തീർന്നു. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, കണ്ടുപരിചയം പോലും ഇല്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. രണ്ടാമത്തെ ചങ്ങാതി, അവൻ മരിച്ചു കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് പിരിഞ്ഞില്ല. അവന്റെ കൂട്ടത്തിൽ കുറെ സമയം കഴിച്ചുകൂട്ടി. അവനെ കുളിപ്പിച്ചു, കഫൻ പൊതിഞ്ഞു, തോളിലേറ്റി, അവനെ മറമാടുന്ന ഖബർസ്ഥാൻ വരെ ഒപ്പം സഞ്ചരിച്ചു. അവനെ കുഴിയിൽ ഇറക്കി വെച്ചു, മണ്ണിട്ട് മൂടി. അവന് വേണ്ടി ചില്ലറ ആശീർവാദങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്തിയിട്ട് അവൻ തിരിച്ചു. ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം കുഴിയിൽ വെക്കുന്നത് വരെയും അത് മൂടുന്നത് വരെയും മാത്രമാണ് ഞാനും നീയും തമ്മിലുള്ള ബന്ധം. തിരിച്ചു നടന്നു. 3ാമത്തെ സുഹൃത്ത് അപ്പോഴും പിരിഞ്ഞില്ല. അവന്റെ ഒന്നിച്ച് തന്നെ ആ കുഴിമാടത്തിൽ ഒപ്പം ഇരുന്നു, ഒപ്പം കിടന്നു. ഇരുളടഞ്ഞ ഈ വീട്ടിൽ ബാക്കി എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തി. അവന്റെ കൂട്ടത്തിൽ ഇന്നലെ വരെ അന്തി ഉറങ്ങിയിരുന്ന അവന്റെ പ്രിയതമൻ പോലും അല്ലെങ്കിൽ പ്രിയതമ പോലും തിരിച്ചു നടന്നപ്പോഴും 9-10 മാസക്കാലം വയറ്റിൽ കൊണ്ട് നടന്ന് നൊന്ത് പെറ്റ് മരണവേദനയ്ക്ക് സമാനമായ വേദന നിന്ന് അതിനുശേഷം കൊല്ലങ്ങളോളം ഉറക്കമൊഴിഞ്ഞ് ഊണും മറ്റെല്ലാം ഉപേക്ഷിച്ച് ഇവന് വേണ്ടി ജീവിച്ച അവന്റെ ഉമ്മ പോലും ചിലപ്പോൾ തിരിഞ്ഞു നടന്നു, അവന്റെ വാപ്പയും തിരിഞ്ഞു നടന്നു, എല്ലാവരും തിരിഞ്ഞു നടന്നു. പക്ഷേ ഈ 3ാമത്തെ ചങ്ങാതി അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ പിരിഞ്ഞു പോകില്ല. എല്ലാവരും പോട്ടെ, എന്നാലും ഞാൻ നിന്നെ പിരിഞ്ഞു പോകില്ല. എല്ലാവരും പോയാലും ഞാൻ നിന്നെ പിരിഞ്ഞു പോവുകയില്ല. അവന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഇരുളടഞ്ഞ ഒറ്റയ്ക്കുള്ള പുഴുക്കളോടൊപ്പം ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന പള്ളിക്കാട്ടിലെ കുഴിമാടത്തിൽ ഈ സുഹൃത്ത് അവനോടൊപ്പം ചേർന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, സഹാബാക്കളെ, ഈ 3 കൂട്ടുകാരുടെ കൂട്ടത്തിൽ ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്? ആരുമായിട്ടുള്ള ബന്ധമാണ് നിങ്ങൾ ഉറപ്പിക്കേണ്ടത്? ആരാണ് നിങ്ങൾ ചങ്ങാതിയാകാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ബുദ്ധിയുള്ളവർ ആരായിരുന്നാലും അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് എന്നൊരാശയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതുപോലെ പരലോകത്ത് എല്ലാവരും തങ്ങളെ വിട്ടുപിരിഞ്ഞ് ഒറ്റയ്ക്കാക്കി തിരിച്ചു നടക്കുമ്പോഴും ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല എന്ന് പറഞ്ഞു ഒപ്പമിരിക്കുന്നവൻ അവനാണ് എന്റെ നല്ല ചങ്ങാതി. സഹബാക്കള് ആകാംക്ഷഭരിതരായി, ആരാണ് ഈ കൂട്ടുകാര്, ആരൊക്കെയാണ് ഈ കൂട്ടുകാര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. ആദ്യത്തെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ റൂഹ് പിരിഞ്ഞാൽ ഉടനെ സലാം പറഞ്ഞു പിരിയുന്നവൻ, ആത്മാവ് പിരിഞ്ഞാൽ ഉടനെ എല്ലാ ബന്ധങ്ങളും അറുത്തുമാറ്റി തിരിഞ്ഞു നിൽക്കുന്നവൻ. ആ കൂട്ടുകാരൻ ആരാണ്? അത് അവന്റെ സമ്പാദ്യമാണ്, സമ്പത്താണ്, അവന്റെ ധനമാണ്. മരിക്കുന്നതോടുകൂടി നമ്മളുടെ ധനവുമായുള്ള ബന്ധമൊക്കെ നമുക്ക് നഷ്ടമായി. മരിക്കുന്നതോടുകൂടി പിന്നെ നമ്മളുടെ ധനം നമ്മളുടേതാണെന്ന് പറയാൻ കഴിയില്ല. അത് പറഞ്ഞാൽ ആളുകൾ സമ്മതിക്കുകയില്ല, നാട്ടുകാർ സമ്മതിക്കുകയില്ല, ശരീഅത്തും സമ്മതിക്കുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മയ്യത്തിന്റെ സ്വത്ത് തരിക്കത്തെന്ന് പറയപ്പെടും, വറാസത്തായി വീതിക്കപ്പെടും. അനന്തരാവകാശികളുടെ അവകാശമാണ്. ഈ കിടക്കുന്ന മയ്യത്തിന് ഒരു അവകാശവും അതിനകത്തില്ല. കുറച്ചുകൂടി കടുപ്പത്തിൽ പറഞ്ഞാൽ മരിക്കണമെന്നില്ല, മരണാസന്നനായി കിടക്കുന്ന മനുഷ്യന്റെ നാവിൽ നിന്നും തന്റെ സമ്പാദ്യത്തെ സംബന്ധിച്ചിട്ട് ഒരു വസിയത്ത് വന്നാൽ ആ വസിയത്ത് പൂർണ്ണമായി പാലിക്കപ്പെടുകയില്ല. മൊത്തം മുഴുവൻ സ്വത്തുക്കളും ദീനിന്റെ മാർഗത്തിൽ നൽകണമെന്ന് ഒരാൾ വസിയത്ത് ചെയ്താലും അവന്റെ ആ സ്വത്തിൽ അവൻ അധികാരം കുറവാണ്. 1/3 സ്വത്തിൽ മാത്രമാണ്, 1/3 ഭാഗത്തിൽ മാത്രമാണ് അവന്റെ വസിയത്ത് സാധുവാവുക എന്നാണ് ശരീഅത്ത് പഠിപ്പിച്ചത്. മരിക്കുന്നതോടുകൂടി വിട്ടുപിരിയുന്ന സുഹൃത്ത് ഇതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സമ്പാദ്യമാണ്, സമ്പത്താണ്, ധനമാണ്. അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമയം മുഴുവൻ നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ നന്മകൾ മുഴുവൻ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ പടച്ചവനെ മറക്കുന്നത്, പടപ്പുകളോട് അതിക്രമം ചെയ്യുന്നതൊക്കെ ഇത് സമ്പാദിച്ച് ഒന്നിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട്, ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് പക്ഷേ മരിക്കുന്നതോടുകൂടി നമ്മളെ വിട്ടുപിരിയും. 2ാമത്തെ സുഹൃത്ത്
മരിച്ചാൽ ഉടനെ പിരിയാതെ അവനോടൊപ്പം കുറച്ച് സമയം ഒന്നിച്ചിരിക്കുകയും അവനെ കുളിപ്പിക്കുകയും കഫൻ തുണിയിൽ പൊതിയുകയും മറമാടുകയും കുഴിയിൽ ഇറക്കി വെച്ചിട്ട് പിടിമണ്ണ് വാരിയിട്ട് മൂടി എന്നിട്ട് തിരിച്ചു നടക്കുകയും ചെയ്യുന്നത് അവന്റെ കുടുംബാദികളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തെ സുഹൃത്ത് അവനോടൊപ്പം എന്നേക്കും ഒരുമിച്ച് കഴിഞ്ഞുകൂടുന്നത് അവന്റെ അമലുകളാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമ്മളുടെ ജീവിതത്തിലെ സമയങ്ങൾ, നമ്മളുടെ സാമർഥ്യങ്ങൾ, കഴിവുകൾ, അവസരങ്ങൾ ഇതൊക്കെ വിനിയോഗിച്ചുകൊണ്ട് ഇതിൽ ആരെയാണ് ഒപ്പം ചേർക്കുന്നത്? ആരോടൊപ്പമാണ് നമ്മൾ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കേണ്ടത്? തീർച്ചയായും അമലുകൾ, പരലോകത്ത് പ്രയോജനപ്പെടുന്ന അമലുകൾ എന്ന് പറയുമ്പോൾ എല്ലാം അമലുകളാക്കി മാറ്റാം, അഥവാ സൽക്കർമ്മങ്ങളാക്കി തീർക്കാം. നമ്മളുടെ വിശ്വാസം, നമ്മളുടെ പെരുമാറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മളുടെ പരസ്പരമുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ അമലുകളായി മാറണം, അമലുകളാക്കി തീർക്കണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾ മരിച്ച് മറമാടപ്പെട്ടാലും നമ്മളെ കൈവിട്ടു പോകാത്ത ഒരു ചങ്ങാതി നമ്മളോടൊപ്പം ചേരുന്ന സന്തോഷത്തിന്റെ അവസ്ഥ ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.